ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വീട്ടിലെ പൊതുദർശനം അവസാനിപ്പിച്ച് ഏതാണ്ട് 2:30 നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിലേക്ക് കുഞ്ഞിൻ്റെ മൃതദേഹം എത്തിച്ചത്. തുടർന്ന് പള്ളിയിലെ ശുശ്രൂഷകളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് പള്ളിയുടെ മുൻഭാഗത്തായി പള്ളിമുറ്റത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഒരു വേദിയിലേക്ക് കുഞ്ഞിനെ എത്തിക്കുകയാണ്. ഇനി ഇവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. അതിനുശേഷം തൊട്ടു സമീപത്ത് തന്നെയുള്ള സെമിത്തേരിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ പള്ളിയുടെ മുൻഭാഗത്തായി ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക സ്ഥലത്തേക്ക് അവിടേക്ക് കുഞ്ഞിനെ എത്തിക്കുകയാണ്. ഈ അവസാന നിമിഷവും പൊന്നോമനയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഈ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI പള്ളി അങ്കണത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു പ്രദേശം മുഴുവൻ നൂറുകണക്കിന് ആളുകൾ അവസാനമായ കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. പള്ളിയുടെ മുൻഭാഗത്തായി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കുഞ്ഞിനെ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകുക. ഇവിടെയാണ്. അതിനുശേഷമായിരിക്കും തൊട്ട് സമീപത്ത് തന്നെയുള്ള സെമിത്തേരിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുക. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തുള്ള പ്രമുഖർ നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ആരോഗ്യമന്ത്രി വീണ ജോർജ്, മറ്റ് രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖരും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഈ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 2:30 തന്നെ കുഞ്ഞിൻ്റെ മൃതദേഹം ഈ പള്ളിയിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ മുൻപ് തീരുമാനിച്ചിരുന്നതിലും ഏറെ വൈകിയാണ് ശുശ്രൂഷ ചടങ്ങുകളും ഒപ്പം പൊതുദർശനവും ഒക്കെ അവസാനിച്ചത്. കാര്യം അത്രത്തോളം വലിയ തിരക്ക് ഈ ഒരു പള്ളിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും അവസാനമായി കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അത്രത്തോളം ആളുകൾ വലിയ രീതിയിൽ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 6:30 മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. അവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം പൊതുദർശനം തുടർന്നു. അതിനുശേഷമാണ് നെടുങ്ങാടപ്പള്ളിയിലുള്ള കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് കുഞ്ഞിൻ്റെ മൃതദേഹം എത്തിച്ചത്. അവിടെ എത്തിച്ചതിന് ശേഷം രാവിലെ മുതൽ തന്നെ അണമുറിയാതെ ആളുകൾ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അവിടെയും രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തുള്ള നിരവധി പ്രമുഖരടക്കം അവിടേക്ക് ഒഴുകിയെത്തുകയും കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. കുഞ്ഞിനെ മുൻപ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കുഞ്ഞുമായി യാതൊരു ബന്ധവുമില്ലാത്ത, കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ പോലും ഈ പിഞ്ചോമനെ, ഈ കുഞ്ഞു മാലാഖയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥ, അത്തരമൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയത് കൊണ്ട് തന്നെ മുൻ നിശ്ചയിച്ചിരുന്ന സമയക്രമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുൻ നിശ്ചയിച്ചിരുന്നതിലും വൈകിയാണ് ചടങ്ങുകൾ ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പള്ളിക്കുള്ളിലെ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം പള്ളിയുടെ മുൻഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക ഒരു ഇടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയിലേക്ക് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞു മാലാഖയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആദരം, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ
നൽകിയിരിക്കുകയാണ്. ഇനി ഒരല്പസമയം കൂടി ഈ ഒരു വേദിയിൽ ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം തൊട്ട് സമീപത്തുള്ള രണ്ട് ദിവസം കൊണ്ട് മലയാളികളുടെ മുഴുവൻ അല്ലെങ്കിൽ കേരളക്കരയുടെ മുഴുവൻ പൊന്നോമനയായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി ഗാർഡ് ഓഫ് ഓണർ നൽകിയിരിക്കുകയാണ്. ഇനി സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തൊട്ട് സമീപത്തായി തന്നെയുള്ള പള്ളി സെമിത്തേരിയിലേക്ക് കുഞ്ഞിനെ മാറ്റുകയാണ്. അവിടെയാണ് സംസ്കാരം നടക്കുക. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അവസാന നിമിഷവും ഈ കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തെ പരിചയമില്ലാത്തവർ, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ മുൻപ് പരിചയമില്ലാത്തവർ, കുഞ്ഞിനെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ പോലും ഇത് തങ്ങളുടെ ഒരു സ്വന്തം കുഞ്ഞെന്ന നിലയിൽ ആ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 ദിവസം കൊണ്ട് തന്നെ ഈ കുഞ്ഞ് മലയാളക്കരയുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഒന്നടങ്കം ഒരു കുഞ്ഞായി മാറുന്ന ഒരു കാഴ്ച അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏവരുടെയും പ്രിയങ്കരിയായി ആ കുഞ്ഞ് മാറി. വെറും 10 മാസക്കാലം മാത്രമാണ് ഈ ഭൂമിയിൽ ആ കുഞ്ഞ് ജീവിച്ചിരുന്നത്. ഒടുവിൽ ആ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ആ കുഞ്ഞ് മാലാഖ വിട പറയുകയാണ്. സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി ഏറ്റുവാങ്ങി കുഞ്ഞ് മടങ്ങുന്നു. സംസ്ഥാനത്തെ തന്നെ ചരിത്രത്തിലാദ്യമായ സംഭവം, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ പേരുകൾ എഴുതി ചേർക്കുകയാണ്. ഇപ്പോഴും ഈ അവസാന നിമിഷങ്ങളും ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു തിരക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. രാവിലെ വീട്ടിലും അതിനുശേഷം പള്ളിയിലും വലിയ ജനാവലി തന്നെയാണ് കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഒഴുകിയെത്തിയത്.